അക്ബറും ആര്യനും അനുമോളും ഷാനവാസും സാബുമോനും നൂറ നിവിന എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ സാബുമോൻ പറയാം, അനുമോൾ ചില സമയങ്ങളിൽ സംസാരിക്കുമ്പം തമിഴ് മാതിരിയാണ് സംസാരിക്കുന്നില്ലേ, അനുമോളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തൊട്ടടുത്താണ് തമിഴ്നാടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പം അനുമോൾ പറയുന്നത്, പോടാ ഒരുപാട് ദൂരമുണ്ട്, എനിക്ക് ഏറ്റവും എളുപ്പം തിരുവനന്തപുരം പോകാനാണെന്ന് പറയുന്നു. അന്നേരം നിവിൻ അവിടെ നിന്നുണ്ടാകുന്ന അനുമോളൊന്ന് തള്ളിയാൽ മതി, തമിഴ്നാട് ബോർഡറിൽ എത്തുമെന്ന് പറയുന്നു. അപ്പം ലാലേട്ടൻ പറഞ്ഞാൽ തള്ളുമെന്ന് പറയുന്നതിൻ്റെ കളിയാക്കി പറയുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, അല്ല സൗമൻ പറഞ്ഞ സത്യം, നിൻ്റെ സംസാരത്തിൽ ചെറിയൊരു തമിഴ് കലർന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞു, അതിനൊരു കാരണം ഉണ്ടായിരിക്കും, അതേ ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ചിരിക്കുന്നു. നൂറ് അപ്പോൾ ഭയങ്കര ചിരി നിർത്താതെ ചിരിക്കുന്നു. അപ്പം ഇതൊക്കെ കേട്ട ഇടയ്ക്ക് അക്ബർ ഉറങ്ങിപ്പോകുന്നുണ്ട് ഇടയ്ക്ക്. എന്നിട്ട് പറയുന്നു, ബിഗ് ബോസ് ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ്, അപ്പോൾ അത് മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് കഥയും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അക്ബർ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ട്. അപ്പം ഇവർ അനുമോളുടെ കാര്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ ചിരിക്കാൻ തുടങ്ങി. അന്നേരം അനുമോൾ പറയാം, അല്ല അങ്ങനെ അതല്ല, ഞാൻ പറഞ്ഞത് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛന് കരിപ്പെട്ടി കച്ചവടമാണല്ലോ ജോലി. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരുപാട് വട്ടം ഇങ്ങനെ ചെന്നൈയിൽ പോവും. അവിടെ ഈ കുമാരപുരം അമ്പലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഞാനും പോയിട്ടുണ്ട്. അങ്ങനെ പോയായിരിക്കും എനിക്കിങ്ങനെ തമിഴ് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയാണ്. അത് അനുമോളുടെ സംസാരം കേട്ടിട്ട് എല്ലാവരും കിടന്ന് ചിരിക്കുന്നത്. എന്നിട്ട് അനുമോൾ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ തമിഴ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് നൂറ പറയുന്നത്, എന്നാലും നീ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് കളിയൊക്കെ ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ ഇവർ ബിഗ് ബോസിനോട് പറയുന്നു, ബിഗ് ബോസെ ഒന്ന് തുറക്ക്, ബിഗ് ബോസെ ഉറക്കം വരുന്നു, ബിഗ് ബോസെ എത്ര നേരമായി ലൈൻസ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് തുറക്ക് ബിഗ് ബോസെ, പോയി കണ്ടിട്ട് കിടക്കാനാണ് ബിഗ് ബോസെ, അല്ലെങ്കിൽ തുറക്കത്തില്ലെങ്കിൽ അത് പറയുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇരിക്കുകയാണ്. കുറേ കഴിയുമ്പോഴാണ് ബിഗ് ബോസ് അത് തുറക്കുന്നത്. അപ്പം അനുമോളുടെ കഥകൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഇങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഉണ്ടായ ചെറിയ രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷാനവാസ് ഇരിക്കുന്നുണ്ട്. ഇന്ന് എല്ലാവരും ഒരേ ഇടത്തിലിരിക്കുകയാണ്. അനീഷ് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. അനീഷ് കുളിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നു, ആരും എത്തി നോക്കാതെന്ന്. അപ്പം അനീഷ് ആയിരിക്കുമെന്ന്, അനീഷേട്ടനാണോ എത്തി നോക്കുന്നതെന്നൊക്കെ അക്ബർ ചോദിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നലെ രാത്രി ലൈവിൽ നടന്നത്. അപ്പം ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.